അപ്പൊ കഴിഞ്ഞ ഇതില് നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ലൂപ്പിന്റെ കാര്യം വരെ എത്തിയായിരുന്നു അല്ലെ? എല്ലാരും പ്രോഗ്രാം ചെയ്ത് നോക്കിയിരുന്നോ? പ്രൈം നമ്പർ. ഹലോ ഹലോ കേൾക്കുന്നില്ല? ചെയ്തോ? ഓക്കെ, ശരി. ചെയ്തിട്ട് ഇതിനകത്ത് നമ്മുടെ ഗൂഗിൾ ഫോമിൽ ഒന്ന് അപ്ലോഡ് ചെയ്യണം. ചിലര് എനിക്ക് തോന്നുന്നു ഇനിയും കുറച്ച് പേര് ബാക്കിയുണ്ട്. അത് മെല്ലെ ചെയ്താൽ മതി. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അതിന്റെ ലോജിക്കൽ ഡൗട്ട് നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇപ്പോഴല്ല, പിന്നെ ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ആരോ പറഞ്ഞിരുന്നു ക്വൈറ്റ് ബേസിക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അതും ഈ ക്ലാസ്സിന് ശേഷം ഞാൻ നോക്കാം എന്താ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മള് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ഫോർ ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പാർട്ട് തുടരെ പലവട്ടമായിട്ട് ഓടിക്കുന്നതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ലൂപ്പിന് തന്നെ വേറെ ചില പിന്നെ ഇതുണ്ട്, വേറെ ചില ഫോർമാറ്റുകൾ കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 സ്റ്റെപ്പ് നെക്സ്റ്റ് എന്നായിരുന്നു. അതുപോലെ തന്നെ വൈൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്, ഡു ലൂപ്പ് എന്ന് പറയുന്ന വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇത് 4 പോലെ തന്നെ ആണ് വൈലും ഡൂവും. ഇതിന്റെ പിന്നെ ഇതിന്റെ സിന്റാക്സും കാര്യങ്ങളും നമ്മൾ ഇനി എക്സാമ്പിൾസ് അടുത്തൊരു സെഷനിൽ നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് നോക്കാം. ഓക്കെ, കൂടുതൽ എക്സാമ്പിൾസിൽ വരുമ്പോൾ നമ്മൾ ഗോ സബും പിന്നെ ഇതും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓൺ പിന്നെ ഇതൊരു കണ്ടീഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഫ് എഴുതിയിട്ടാണ് ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? അപ്പോ ഞാൻ പറഞ്ഞുതരാം, കാണിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുകയാണ്. ഓൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ ഇഫ് ആയിരുന്നു നേരത്തെ എഴുതിക്കൊണ്ടിരുന്നത്. ഇഫ് എന്നും പറഞ്ഞിട്ട് അതിന് പകരം ഉള്ള സാധനമാണ് ഇത്. ഓക്കെ, അപ്പോ ഓൺ എന്ന് പറയുന്ന സാധനം എന്താന്ന് വെച്ചാൽ ഓൺ എക്സ് മോഡുലസ് 2 എന്ന് വെച്ചാൽ ഇത് ഈവൻ നമ്പറിനുള്ള കണ്ടീഷനാണ്. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ 60ലേക്ക് പോവാം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇഫ് നമ്മുടെ സാധാ ഇഫിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ഇഫിനാകുമ്പോൾ എൽസും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ടീഷണലി
രണ്ട് സ്ഥലങ്ങളിലേക്ക് ഗോ ടു ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഇത് ഗോ സബും ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിനെ ഗോ ടുവിനെ മാറ്റിയിട്ട് ഗോ സബ് എഴുതാണ്. ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ വൈറ്റ് ബേസിക്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗോ സബ് നോർമലി ഗോ സബ് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് പാടും. ഓക്കെ, ഇത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഓൺ കണ്ടീഷൻ ഇത് എങ്ങനെയാന്നുള്ളത് എക്സ് ഓൺ എക്സ് പെർസെൻറ്റേജ് ടു ഗോ ടു 60 എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ സ്റ്റെപ്പ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. 10, 20 എക്സിന് 25 അസൈൻ ചെയ്തിട്ടുണ്ട്. 30 എക്സ് ഈ ഓൺ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇതിനെ ശരിക്കും ഇവാലുവേറ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. 60 ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഓടാണെന്നുണ്ടെങ്കിൽ 40 വരും. 40 പ്രിന്റ് ചെയ്തു, 50 എൻഡ് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിനെ 24 ആക്കുകയാണ്, ഈവൻ നമ്പർ. ഓക്കെ, സ്റ്റെപ്പ് ഒന്നും കൂടി നോക്കുക. 30 വന്നിട്ട് നേരെ 60 ജമ്പ് ചെയ്തു, 70 എത്തി, എൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് വേറൊരു കണ്ടീഷനാണ്. അതിനെ ഓൺ എന്ന് പറയും, ഓൺ കണ്ടീഷൻ എന്ന് പറയും. ഇത് ഡെഫ് ഫംഗ്ഷൻ നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് വൈറ്റ് ബേസിക്കലി സപ്പോർട്ടഡ് അല്ല. നമ്മൾ പ്രിന്റും ഇൻപുട്ടും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ ടാബും സ്പേസും എന്തായാലും വൈറ്റ് ബേസിക്കലി സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ അത് ട്രൈ ചെയ്യുന്നില്ല. ഇത് വേറൊന്നുമല്ല, നമുക്ക് ഇതിനിടയ്ക്കൊരു സ്പേസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീ ആണ്. അപ്പം രണ്ട് വേർഡുകൾ പ്രിന്റ് ചെയ്യുന്നതിനിടയ്ക്ക് സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതാണ്. അത് പക്ഷേ വൈറ്റ് ബേസിക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിലേക്കാണ്. ഓക്കെ, നമ്മൾ ഇനി പോകുന്നത് കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. ഇതാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിന്റെ ലിസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് കുറച്ച് പിന്നെ എന്താ പറയാ, ടാന്, കോസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാനും കോസും ഒക്കെ ഇതിനകത്ത് ഡിഗ്രി അല്ല എടുക്കുന്നത്, ഇത് റേഡിയൻസ് ആണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചൊരു എന്താ പറയാ, നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ബേസിക്കലി അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് പിന്നെ റേഡിയൻസിൽ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ റേഡിയൻസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഇങ്ങനെ ഒരു കൺവേർട്ടർ ഉണ്ട്. നമുക്ക് ഗൂഗിൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1 ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിനൊരു ഫോർമുല ഉണ്ട്, ഇത്ര റേഡിയൻസ് ആണെന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ 90 എടുക്കുകയാണ്. അപ്പോൾ 90ന്റെ സൈൻ എത്രയാ? ആർക്കെങ്കിലും പറയാം? സൈൻ 90 ആണോ? അതെ, സൈൻ 90 1 ആണ്. ഓക്കെ, ഓക്കെ, ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇങ്ങനൊരു കൺവേർഷനിൽ ഒന്ന് പൈ വെച്ചിട്ടാണ് നമ്മുടെ കൺവേർഷൻ. അപ്പോൾ
ഒരു സെക്കൻഡ്. പേസ്റ്റ് 5708. ഇതിനകത്ത് കുറച്ചൊരു ഇത് വരുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൂടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓക്കെ റൗണ്ടിന് അപ്പോൾ ഇത് ഞാൻ റൗണ്ട് എഴുതിയപ്പോൾ റൗണ്ട് നേരെ 0.99 ഇതാക്കി. പക്ഷേ ഈ റൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. തൽക്കാലം റൗണ്ട് 0.5 റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? 1 ആയിരിക്കും വരിക. അപ്പോൾ ഇതിന് ഒരു സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒരു സാധനം കൂടി നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. എത്ര ഡിജിറ്റിലാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് സാധാരണ നിരക്ക് ഇങ്ങനെ സാധനം വരാറുണ്ട്. ഇതിനകത്താവുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റൗണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സൈന് 1.5708 ആണ്. ശരിക്കും ഇത് കുറച്ചും കൂടി ലെങ്ത് വരുന്ന ഒരു സാധനമാണ്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല വീണ്ടും ഇടേണ്ടി വരും. എങ്ങനെയാ? 20 നമുക്കൊരു 60 ഡിഗ്രിയുടെ സൈൻ എടുക്കാം. ഓക്കെ, റേഡിയൻസിന്റെ ഫോർമുല ഉണ്ടല്ലോ. ഇതിന് പകരം നമുക്ക് പൈ കൊടുത്തു നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ആ റേഡിയൻസ് പ്രിന്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. രണ്ട് പ്രിന്റുമാണ്. അല്ല, ഓക്കെ, ഞാൻ വീണ്ടും ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ ക്വൈറ്റ് ബേസിക്കലി ഇത് എപ്പോഴും ഒറ്റ ഇതായിരിക്കും, ഒറ്റ അക്ഷരം മാത്രമേ നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മളത് റേഡിയൻസിൽ കൺവേർട്ട് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 90 എടുക്കുകയാണ്. 90 എടുത്ത് കഴിയുമ്പോൾ 1.57 ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈൻ എടുക്കണം. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചില ഫംഗ്ഷനുകൾ, ഇപ്പം ടാൻ എടുക്കാണ്. പിന്നെ ഇതിന്റെ ടാൻ എത്രയാ? 90യുടെ ടാൻ എത്രയാ? നോട്ട് ഡിഫൈൻഡ്. ഇതല്ലേ, ഇൻഫിനിറ്റി അല്ലേ? പിന്നെ 1/0 വരും അല്ലേ? കാരണം ഇവിടെ നമ്മൾ കോസ് എടുത്തു കഴിഞ്ഞാൽ
ടാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു നമ്പറാണ് വരുന്നത്. ഇത് കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇതിന്റെ നമ്പറിന്റെ ലിമിറ്റ് ആണ്. ഇതിനകത്ത് ബേസിക്കിനകത്ത് നമ്പർ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഡിവൈഡ് ചെയ്ത് ടോപ്പ് വരുന്ന അതായിരിക്കും. നമുക്ക് 180യുടെ സൈൻ നോക്കാം. ഇല്ലെങ്കിൽ 60.866. ഇതുപോലെ കുറെ ഫങ്ഷൻസ് ഇതിനകത്ത് നമ്മുടെ ബേസിക്കിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പം ABS എന്ന് പറയുന്നത്, ABS എന്ന് വെച്ചാൽ ആബ്സല്യൂട്ട് ആണ്. ഓക്കെ, നമ്മൾ ABS എന്താ ചെയ്യുന്നത് നോക്കാം. ABS വേറൊന്നുമല്ല, നമ്മളൊരു പിന്നെ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിന്റെ നെഗറ്റീവ് പാസ് ചെയ്താലും പോസിറ്റീവ് പാസ് ചെയ്താലും അതിന്റെ നമ്പർ മാത്രം എടുക്കുക. എന്ന് വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവും ഒഴിവാക്കിയിട്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ അത് എടുക്കുക എന്നുള്ളതാണ് ABSന്റെ പരിപാടി. ഓക്കെ, ഇതിനെ ആബ്സല്യൂട്ട് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ ഇത് ഇതിനകത്തുള്ള വേറെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അടുത്തതായിട്ട് ഉള്ള ഒരു ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു റാൻഡം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ചുമ്മാ പിന്നെ നമ്മളൊരു നമ്പർ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നമ്പർ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ഇതിന് വേണ്ടിയിട്ടോ. ഓക്കെ, അപ്പോ ഇത് റാൻഡം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പിന്നെ ഒരു ടോപ്പ് നമ്പർ കൊടുക്കും. എന്ന് വെച്ചാൽ ഇത്രയും ഞാനിപ്പോൾ 250 കൊടുത്തേക്കുന്നത്, ഞാൻ 55 കൊടുക്കാന്ന് വെച്ചു. ഓക്കെ, 55 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കാം, 55ന് താഴെയുള്ള ഒരു നമ്പറാണ് വരുന്നത്, പക്ഷെ ഒരു ഡെസിമൽ ആണ് വരുന്നത്. ഇനി ഞാനത് വീണ്ടും ഓടിക്കാന്നുണ്ടെങ്കിൽ ആ വന്നേക്കുന്നത് 32 ആയിരിക്കില്ല വരുന്നത്, വേറൊരു നമ്പർ ആയിരിക്കും. അപ്പൊ 55ന് താഴെയുള്ള ഏതെങ്കിലും നമ്പർ റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RNT എന്ന് പറയുന്ന റാൻഡം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഗുണം എന്താ? റാൻഡം ഫംഗ്ഷന്റെ അല്ല പറയാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? റാൻഡത്തിന്റെ ഗുണം എന്താ? ഇപ്പം ഇന്നലെ നിങ്ങളൊരു പ്രോഗ്രാം എഴുതി അല്ലെ? നിങ്ങൾ പലരും ഒരു പ്രോഗ്രാം എഴുതി. ഏതായിരുന്നു? നമ്മുടെ പ്രൈം നമ്പർ. അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മൾ ഓരോ വട്ടം വാല്യൂ കൊടുക്കുന്നുണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ? എന്ന് വെച്ചാൽ ഈ സന്ദർഭത്തിൽ ഇത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് നമ്മൾ ഓരോ വട്ടം കൊടുക്കുന്നതിന് പകരം പ്രോഗ്രാമിനകത്ത് റാൻഡം കൊടുക്കാം. എന്നിട്ട് ഈ റാൻഡത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാൻഡത്തിനെ നമുക്ക് ഒന്ന് റൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഡെസിമൽ നമ്പർ വേണ്ട അല്ലെ, റൗണ്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റാൻഡം ആയിട്ടുള്ള നമ്പർ കിട്ടും. നമുക്ക് ആ നമ്പരും അത് കഴിഞ്ഞിട്ട് അത് പ്രൈം ആണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നതും കൂടി നോക്കാൻ പറ്റും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ട്രൈ ചെയ്ത പ്രോഗ്രാംസ് ഇല്ലേ, എന്ന് വെച്ചാൽ നിങ്ങൾ പ്രൈം നമ്പറിന് ട്രൈ ചെയ്ത പ്രോഗ്രാം, അതിനകത്ത് ഈ റാൻഡം ഇട്ടിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ ഈ നമ്പർ ആദ്യം പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ ഏതാ വന്നതെന്ന് അവസാനം അറിയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇൻപുട്ട് എടുക്കുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്? ലെറ്റ് എക്സ് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് എക്സ് പ്രിന്റ് ചെയ്യുക, അതിനുശേഷം എക്സ് നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും. പിന്നെ ഇതിനകത്ത് പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. അത് നമ്മുടെ ക്വൈറ്റ് ബേസിക്കൽ വർക്ക് ആവുമെന്ന് ചെയ്ത് നോക്കണം. അപ്പൊ എക്സ്പോണൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഏതാ? നോക്കാം, ഇല്ല.
എക്സ്പോണൻഷ്യലിന്റെ വാല്യൂ എന്തായിരുന്നു? ഇ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യും. നമുക്കിത് തൽക്കാലം സ്കിപ്പ് ചെയ്യാം, കാര്യം എനിക്ക് തോന്നുന്നില്ല ഇത് ഇയുടെ വാല്യൂ ആണെന്നുള്ളത്. വൈറ്റ് ബേസിക്കിന് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. വേറെ ഏതാ മെയിൻ ആയിട്ട് ഇത് തരുന്നത്? അപ്പൊ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇങ്ങനെ ചില ഫംഗ്ഷനുകൾ നമുക്ക് തരും. ഓക്കെ, ഈ ഫംഗ്ഷനുകളുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാൽക്കുലേഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ പ്രത്യേകമായിട്ട് എഴുതണ്ട. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ റൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഒരുപാട് വട്ടം ഉപകാരപ്പെട്ടു. എന്താ, നമ്മൾ റാൻഡം ഉപയോഗിച്ചു. റാൻഡം ഉപയോഗിച്ചപ്പോൾ നമുക്ക് എന്താ ഡെസിമൽ ആണ് കിട്ടിയത്. നമുക്ക് വേണ്ടത് ഇൻറ്റജർ ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസ് ഇല്ലാത്ത നമ്പറുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റൗണ്ട് ഉപയോഗിച്ചു. ഇതാണ് ബേസിക്കലി കുറെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്മുടെ ബേസിക് പ്രൊവൈഡ് ചെയ്യുന്ന. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തരുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളാണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഫംഗ്ഷനുകൾ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സബ് റൂട്ടീൻ ഉണ്ടാക്കി അല്ലെ, ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സബ് റൂട്ടീൻ ഉണ്ടാക്കി. അതുപോലെ തന്നെയാണ് ഫംഗ്ഷനുകൾ. പക്ഷെ ഫംഗ്ഷനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മിക്ക ഫംഗ്ഷനുകൾക്കും നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അകത്തേക്ക് കൊടുത്തിരുന്നു ഇല്ലേ? ഇങ്ങനെ അകത്തേക്ക് ബ്രാക്കറ്റ് ഇട്ട് ഒന്നോ ഒന്നിലധികം വാല്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ എന്താ പറയാ, റാൻഡം വീണ്ടും യൂസ് ചെയ്യാണ്. റാൻഡം 15. അപ്പൊ ഇതിനകത്ത് 15 എന്താ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ എത്ര ഓടിച്ചാലും 15ന് മേളിലേക്ക് ഒരു സംഖ്യ കിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം 15ന് താഴെ ഉള്ള റാൻഡം ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. അപ്പൊ ഈ 15 എന്ന് പറയുന്ന ലിമിറ്റ് നമ്മുടെ ഈ ഫംഗ്ഷനിലേക്ക് കൊടുക്കണം. ഈ ഒരു ഫംഗ്ഷൻ റാൻഡം എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ പറയുന്ന സംഖ്യക്ക് താഴെയുള്ള ഒരു റാൻഡം സംഖ്യ ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അകത്തേക്ക് കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനുകളുടെ മെയിൻ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്ററിന് അനുസരിച്ച് ഒരു ഔട്ട്പുട്ട് തരിക എന്നുള്ളത്. അപ്പൊ ഈ ഫംഗ്ഷൻ ശരിക്കും നമ്മൾ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ പറയുന്നത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നു എന്നാ പറയാം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ ഈ ഫംഗ്ഷനിൽ നിന്നും ഫംഗ്ഷൻ എന്താണോ തരുന്നത്, ഓക്കെ, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ആ സാധനത്തിനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഫംഗ്ഷൻ എപ്പോഴും എന്ത് ചെയ്യും? ഫംഗ്ഷൻ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പൈത്തണിലൊക്കെ നമ്മൾ ഫംഗ്ഷനുകളും കാര്യങ്ങളും ഒക്കെ പഠിക്കും. അപ്പൊ ഫംഗ്ഷനുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യുമെന്നാ പറയാം. അപ്പൊ റിട്ടേൺ ചെയ്യുക ഒന്നും ആലോചിക്കണ്ട. റിട്ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ എന്തെങ്കിലും അകത്തേക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ, ഇൻപുട്ട്, ഇങ്ങനെയൊക്കെ പറയാം. ഫംഗ്ഷനിലേക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്താൽ ആ ഫംഗ്ഷൻ നമുക്ക് തിരിച്ചു തരുന്ന എന്താണോ അതിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എക്സിലേക്ക് ക്യാപ്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സിന് ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റിന്റെ സമയത്ത് നമ്മൾ ഫംഗ്ഷനെ അല്ല ഇത് ചെയ്യുന്നത്, എക്സിനെയാണ് എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഒരു വട്ടം മാത്രമേ വിളിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ എക്സിലേക്ക് ആ വാല്യൂ എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ എന്ത് പറ്റും, ഇപ്പൊ ഓരോ വട്ടവും നമ്മൾ റൗണ്ട് ആണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ വട്ടം റാൻഡം ആയിട്ടുള്ള ഓരോ നമ്പറുകളല്ലേ വരിക. എക്സ് നോക്കുക, എക്സിന് 8 ഇത് നമ്മൾ 2 വട്ടം പ്രിന്റ് ചെയ്തു. ഇനി പകരം നമ്മൾ റാൻഡം 15 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നോക്കാം, 2 വട്ടം 2 വാല്യൂ ആണ്. കാര്യം എന്താ, ഫംഗ്ഷൻ 2 വട്ടം വിളിച്ചിട്ടുണ്ട് അല്ലെ. അതിന് പകരം നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫംഗ്ഷൻ വീണ്ടും വീണ്ടും വിളിക്കുന്നില്ല. ഫംഗ്ഷന്റെ ഒറ്റ ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ ഒരു വട്ടം മാത്രം ഫംഗ്ഷനെ വിളിച്ചിട്ട് അത് പിന്നെ സാധാ വേരിയബിൾ പോലെ, എന്ന് വെച്ചാൽ ഒരു നമ്പർ പിന്നെ എക്സിനകത്ത് സ്റ്റോർ ചെയ്ത് എത്ര സമയം നമ്മൾ എക്സിൽ വീണ്ടും ഒരു ലെറ്റ് എഴുതിയിട്ട് പുതിയ വാല്യൂ കൊടുക്കാതിരിക്കുന്നോ അതുവരെ ആ റാൻഡം ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത സാധനമായിരിക്കും നമ്മൾ ഇത് ചെയ്യാം. ഓക്കെ, ഇനി
ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഇന്ന് PPT എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന PPTയിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇന്ന് തന്നെ കവർ ചെയ്യും. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. റെഫർ ചെയ്തിട്ട് ഈ പറയുന്ന ഇതിനകത്ത് ഉള്ള പിന്നെ കോസും ടാനും ഒന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട. EXP ഇതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. INT നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം INT വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ റൗണ്ട് ചെയ്യുന്നതിന് പകരം ഇതിന്റെ ഇന്റജർ പാർട്ട് മാത്രം എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ റൗണ്ട് യൂസ് ചെയ്തില്ലേ, അതിന് പകരമുള്ള ഒരു സാധനമാണ്. റൗണ്ടിനാകുമ്പോൾ റൗണ്ട് ഇന്റജറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റൗണ്ട് രണ്ടാമത്തെ വേരിയബിൾ എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടി ഞാൻ നോക്കട്ടെ. ഇല്ല, ഞാൻ QB64 കാണിച്ചു തരാം. സാധാരണ ഇതിനകത്ത് സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ റൗണ്ടിന് ഒരു രണ്ടാമത്തെ ഇതും കൂടി ഉണ്ടാവും. ഓക്കെ, ഞാനത് QB64 തന്നെ ഒന്ന് ഓടിച്ച് കാണിക്കും. റൗണ്ടിന് ഒരു രണ്ടാമത്തെ വേരിയബിളും കൂടി ഉണ്ടാവും. ആ രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എത്ര പ്ലേസസിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 12.567 എന്നാണ് വരുന്നതെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് പിന്നെ വെറുതെ നമ്മളൊരു റൗണ്ട് ഫംഗ്ഷൻ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ 12.5 അല്ലേ, അപ്പോൾ അത് 13 ആക്കി കൺവേർട്ട് ചെയ്യും. ഇനി നമ്മൾ അതിന് ഒരു ആർഗ്യുമെന്റും കൂടി കൊടുക്കുകയാണ്. ഒരു ആർഗ്യുമെന്റും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 12.567 അല്ലേ, അപ്പൊ 12.6 എന്നാക്കും. കാരണം രണ്ടാമത്തെ ഇതിനെയും കൂടെ ഇപ്പൊ 2 പ്ലേസ് വരുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ ഓക്കെ ഓക്കെ ഇത് റൺ ചെയ്യാം. പൂജ്യത്തിനടുത്തുള്ള ഏതൊരു സംഖ്യയാണ് ജനറേറ്റ് അയക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, എക്സിനെ ഇപ്പം ആദ്യം റൗണ്ട് ചെയ്യുന്നില്ല, ഒരു 15-ന് താഴെയുള്ള ഒരു റാൻഡം നമ്പർ എടുക്കുകയാണ്. എന്നിട്ട് എക്സ് പ്രിന്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൗണ്ട് ഇതാകുമ്പോൾ എനിക്ക് എളുപ്പമല്ല. എക്സും അത് കഴിഞ്ഞിട്ട് ആർ എന്ന് സാധനം കൂടി ഇടുന്നു. എന്നിട്ട് നമ്മൾ റൺ ചെയ്യും. അപ്പം ഞാൻ ഒരു നമ്പർ കൊടുക്കാണ് 60. ഓക്കെ, 60-നെ നമ്മൾ റൗണ്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം 0 കൊടുക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ജനറേറ്റ് ചെയ്തേക്കുന്ന നമ്പർ 0.75575 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ QB64 തോന്നുന്നത് ഓരോ ബേസിക്കിന്റെ വെർഷനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് നോക്കട്ടെ. ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന എന്ത് ആർഗ്യുമെന്റ് കൊടുത്താലും 0-ന് താഴെ ഉള്ള നമ്പർ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതിനകത്തത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിനെ വരുന്ന റാൻഡം നമ്പറിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം ഞാനത് അതും കൂടി ഇട്ടേക്കാം. എന്തൊക്കെയോ വേറെ വരുന്നുണ്ട്. ഞാൻ ആ പ്രോഗ്രാം ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും റൗണ്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ആർഗ്യുമെന്റും കൂടി, എക്സ്ട്രാ ഒരു ആർഗ്യുമെന്റും കൂടി സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എടുക്കാറുണ്ട്. അപ്പോൾ റൗണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് നോക്കട്ടെ, ഗൂഗിളിനകത്ത് തന്നെ അത് ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, ഇല്ല, ഇതിനകത്തും ഗൂഗിളിനകത്തും ആ സാധനമില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത സാധനത്തിലേക്ക് നീങ്ങാം. അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീവേഡ്സ് ഫങ്ഷൻസ് ഓരോന്നായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ക്വൈറ്റ് ബേസിക്കിൽ വർക്ക് ചെയ്യുന്ന ഏതൊക്കെ പ്രോഗ്രാംസ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വിടാം. ഓക്കെ, ഇനി ഇതിനകത്ത് REM നമ്മൾ നേരത്തെ യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? REM നമുക്ക് കമന്റ് ഇടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ പ്രിന്റ് എക്സ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ മുമ്പിൽ ഒരു REM ഇട്ട് കഴിഞ്ഞാൽ ആ ലൈൻ എക്സിക്യൂട്ട് ആവില്ല. എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയാ, കമന്റിങ് സാധനമാണ്. എന്ന് വെച്ചാൽ പ്രോഗ്രാമിന് കൊടുക്കേണ്ടതല്ലാതുള്ള ലൈനുകളെ നമുക്ക് പിന്നെ അവിടെ REM ഇട്ട് കഴിഞ്ഞാൽ ആ ലൈൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യില്ല. ഇപ്പം ഇതിനകത്ത് നമ്മൾ ലൈൻ 30-ൽ REM കൊടുത്തു, പ്രോഗ്രാം അത് എടുത്തില്ല. ഇനി ഞാൻ REM മാറ്റി 30-ലും 40-ലും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മോഡ് അല്ലെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ്, കാരണം നമ്മുടെ ഇതിനകത്ത് പെർസെൻറ്റേജ് ആണ് യൂസ് ആവുന്നത്. അപ്പം ഞാൻ അത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, 3%2. ഓക്കെ, ഈ ഇൻറ്റിജർ ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കാം. അഡീഷൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം x =
ഞാൻ 10 എടുക്കാണ്. y ഈക്വൽ ടു 15 നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോണ എക്സ് പ്ലസ് വൈ. ഓക്കെ, 25 സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഈ പ്ലസ് വെച്ച് തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ആഡിഷൻ്റെത്, നമുക്ക് പിന്നെ നോക്കാം അത്. ഇനി പിന്നെ 10 നിന്ന് 15 കുറയ്ക്കുന്നു. 10 നിന്ന് 15 കുറച്ചാൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? അതെല്ലാം പറയാം. -5 ആണ്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ അല്ലേ? ഇപ്പൊ രണ്ട് വേരിയബിളുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് തമ്മിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന സാധനമാണ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ പ്ലസ് മൈനസ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എക്സ് ആണ് ഇടുക അല്ലെ? അപ്പൊ സിസ്റ്റത്തിനകത്ത് വരുമ്പോൾ ആസ്റ്ററിസ്ക് ആണ്, സ്റ്റാർ ആണ് വരും. ഓക്കെ, അപ്പോൾ 10 × 15 150. ഓക്കെ, അടുത്തത് നമ്മൾ ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ 10നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 0-ന് താഴെയുള്ള ഒരു സംഖ്യയാണ് വരേണ്ടത്. 0.666 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലായല്ലോ ഡിവിഷൻ. ഇനി ഇതിൻ്റെ ഒരു നമ്മൾ നേരെ തിരിക്കുന്നു, y ഡിവൈഡഡ് ബൈ എക്സ് 1.5. 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.5 ആണ് വരുന്നത്. ഇനി ഇതിന്റെ ഈ സാധനം ഉണ്ടോന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിനകത്ത് ഇല്ല. അപ്പോ ക്വൈറ്റ് ബേസിക്കല് ഈ ഒരു സാധനം ഇല്ല. ഓക്കെ, ഇത് വേറൊന്നുമല്ല, പിന്നെ നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന സാധനം ഇല്ലേ, ഇപ്പൊ y ഡിവൈഡഡ് ബൈ എക്സ് 1.5 എന്ന് പറഞ്ഞില്ലേ, ഇതിനെ നമ്മൾ തിരിച്ച് ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചില ബേസിക്കിന്റെ ചില ഫ്ലേവറുകളിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെ തിരിച്ചു തരും. 1.5 തരില്ല, 1 മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ ഇന്റജർ പാർട്ട് മാത്രമായിരിക്കും തരിക. അതിന് ആ ഒരു ഓപ്പറേറ്റർ, ഇന്റജർ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേറ്റർ ആണ്. ഇനി നമ്മൾ മോഡ് നേരത്തെ കണ്ടായിരുന്നു അല്ലെ? മോഡ് നമ്മൾ പ്രൈം നമ്പറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. മോഡ് വേറൊന്നുമല്ല, ഓക്കെ. ഇനി ഇത് ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് ഇതിനകത്ത് വർക്ക് ചെയ്യില്ല, പക്ഷെ ഞാനത് ക്യൂബേസിക്കിൽ ഓടിച്ച വർക്ക് ചെയ്യും. അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പോണന്റ് ആണ്. എക്സ്പോണന്റും നമ്മുടെ ഇതിനകത്ത് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ക്വൈറ്റ് ബേസിക്കലി വർക്ക് ചെയ്യുമെന്ന് ഡൗട്ട് ഉണ്ട്. എന്നാലും നമുക്ക് നോക്കാം. എക്സ്പോണന്റ് ഇതാണ്, ഇല്ല. ഓക്കെ, ഇവിടെ അത് വർക്കായി. ഞാൻ നേരത്തെ പറഞ്ഞ y മോഡ് എക്സ് എന്ന് വെച്ചാൽ 15 ഡിവൈഡഡ് ബൈ 10. അതിനകത്ത് മോഡ് എന്ന് വെച്ചാൽ റിമൈൻഡർ 5 ആണ് വരിക. ഓക്കെ, ഇനി ഇത്രയും എക്സ്പോണന്റ് നമ്മുടെ അതിനകത്ത് വർക്ക് ചെയ്യില്ല. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വിടാം ഏതൊക്കെയാണ് ക്വൈറ്റ് ബേസിക്കലി വർക്ക് ചെയ്യാന്നുള്ളത്. ഈ റിലേഷണൽ ഓപ്പറേറ്റർ നമ്മൾ പിന്നെ ചെക്ക് ചെയ്തു എന്ന് തോന്നുന്നു. ഓക്കെ, റിലേഷണൽ ഓപ്പറേറ്റർ വേറൊന്നുമല്ല, രണ്ട് നമ്പറുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിനെ എപ്പോഴും നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ എപ്പോഴും ഉപയോഗിക്കുക എന്തിന്റെ കൂടെയാ? ഇഫിന്റെ കൂടെ അല്ലെങ്കിൽ വൈലിന്റെ ഒക്കെ കൂടെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇഫ് ഓക്കെ, ഇതിനകത്ത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, then ഇത് പ്രിന്റ് ചെയ്യുന്നുണ്ടാവും.
നിങ്ങൾ പാരലായിട്ട് ചെയ്ത് നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ചെക്ക് ചെയ്യാണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഓക്കെ, എക്സ് വൈയേക്കാൾ വലുതാണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? എക്സ് എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ എന്താണോ 10 15നേക്കാൾ കൂടുതലാണ് എന്ന് പ്രിന്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അല്ല എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് എപ്പോഴും ഈ കമ്പാരിസൺ ഉപയോഗിക്കുന്നത് ഇഫ് അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ വൈൽ ലൂപ്പ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾസ് ചെയ്ത് നമ്മൾ ബേസിക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണും. സിമ്പിൾ ആണ്. അപ്പോൾ എക്സ് വൈയേക്കാൾ വലുതാണോ എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ദെൻ പ്രിന്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ, അല്ലെങ്കിൽ തിരിച്ച്. ഇനി നമ്മളൊരു കാര്യം ചെയ്യും, ലെസ് ദാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻ ഈസ് ലെസ് ദാൻ 15. ഇനി ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രിന്റ് ചെയ്തേക്കുന്ന എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് വെച്ചാൽ ഇത്. ഇനി ഞാൻ 2ഉം 10 കൊടുക്കാന്നുണ്ടെങ്കിൽ 10 ഈക്വൽസ് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്തിട്ട്, അപ്പോൾ എപ്പോഴും ഇതുമായിട്ടാണ്. ഇനി നമ്മൾ വേറെ കാര്യം കാണാൻ പോകുന്നത്, ഇതിന്റെ കുറച്ച് കോമ്പിനേഷനുകളുണ്ട്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പം എക്സ് വൈയേക്കാൾ കുറവ് അല്ലെങ്കിൽ സെയിം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 10നേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ 10ന് തുല്യമാണ്. അപ്പോൾ നമ്മളിവിടെ 9 കൊടുത്താലും ഇതേ റിസൾട്ട് വരും. 9 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇനി ഞാനിവിടെ 11 കൊടുക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിനെ ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതിന്റെ നേരെ തിരിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 11 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? 10 ഒന്നെങ്കിൽ കൂടുതലാണ് അല്ലെ കുറവാണ് അല്ലെ. ഇനി ഞാനിവിടെ 9 ഇടാണ്. 10 is greater than or equal to 9. ഇനി വേറെ ഒരു സിറ്റുവേഷൻ വരികയാണ്, നമ്മൾ എക്സും വൈയും സെയിം അല്ല എന്ന് വെച്ചാൽ സെയിം അല്ല എന്നുള്ളൊരു കണ്ടീഷൻ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിനെ നമ്മൾ എഴുതുന്നത് ഈക്വൽ ടു പകരം നമ്മൾ മറ്റേ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എങ്ങനെയാ ഫേസ് ചെയ്യുന്ന രീതിയിൽ എഴുതും. എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല എഴുതാം, ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്, പകരം ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, നോട്ട് ഈക്വൽ ടു അങ്ങനെ എഴുതും. ചില ലാംഗ്വേജുകളിൽ ഇങ്ങനെ എഴുതാറുണ്ട്, നോട്ട് ഈക്വൽ ടു, എക്സ്ക്ലമേറ്ററി മാർക്ക് ഈക്വൽ ടു. ബേസിക്കിനകത്ത് നോട്ട് ഈക്വൽ ടു എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, പത്ത് 9 ഈക്വൽ അല്ല. ഇനി 10ഉം 10ഉം എഴുതാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്ററുകളും നിങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിനകത്ത് ഇനിയുള്ളത് കോമ്പിനേഷനുകളാണ്. നിങ്ങൾ
ഈ ഇത്രയും കോമ്പിനേഷൻസ് ചെയ്ത് നോക്കാം. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത കോമ്പിനേഷൻസ് ആൻഡ് ഓർ ഈ സാധനങ്ങൾ നിങ്ങളെ ശരിക്കും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ചെയ്താൽ പോരെ? അത് ഈ ക്ലാസ്സിൽ തന്നെ വേണോ? ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്, ഈ പറഞ്ഞ ഓപ്പറേഷൻസ് എല്ലാം മനസ്സിലായിട്ടുണ്ട്, ഫങ്ഷൻസ് ഓപ്പറേഷൻസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ആൻഡും ഓറും കൂടി എടുത്ത് നമുക്ക് അതോടുകൂടി നമുക്ക് ബേസിക്കിന്റെ ഏകദേശം കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി പ്രോഗ്രാംസ് എഴുതും പാരലലായിട്ട്. നമ്മൾ 1-2 കേസ് സ്റ്റഡി എടുത്തിട്ട് അത് വെച്ചിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൈം നമ്പറിന്റെ കേസ് ഉണ്ടായില്ലേ, അതുപോലെ 1-2 സിറ്റുവേഷനും കൂടി എടുത്ത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രോഗ്രാമിങ് ഇതായിരിക്കും. അപ്പൊ ഇത് ഞാൻ കുറച്ച് സാമ്പിൾ ആയിട്ടുള്ള കാണിച്ചു, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയെന്നേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയേ പറ്റൂ. ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ ഓപ്പറേഷൻസ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആൻഡ് അടുത്ത സെഷനിൽ എടുക്കാം എന്ന് വിചാരിക്കുന്നു. ആൻഡും ഓറും അത് വേറൊന്നുമല്ല, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഞാനൊരു വേറെ വേരിയബിളും കൂടി എടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം എൽസ് എടുത്ത് കളയാണ്. ഞാൻ ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ, ഞാൻ എക്സിനെയും വൈയെയും കമ്പയർ ചെയ്യുന്നു. എക്സും വൈയും സെയിം ആണോ എന്നുള്ളത്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 10ഉം 15ഉം സെയിം അല്ല എന്നും, അത് കഴിഞ്ഞിട്ട് ഞാൻ വൈനെയും ഇസഡിനെയും കമ്പയർ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 15ഉം 20നെയും കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യാണ് എന്ത്, ഒന്നും മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ ഈ ആൻഡ് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ഇഫിനകത്ത് കൊടുക്കുന്ന രണ്ട് കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഈ രണ്ട് കണ്ടീഷനും മാച്ച് ആയാൽ മാത്രമേ ഇത് ഇങ്ങനെ പ്രിന്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ നത്തിങ് മാച്ചിങ്. ഇനി ഞാൻ 10ഉം 10ഉം കൊടുക്കാന്ന് വെച്ചു, ഇതൊന്നും പ്രിന്റ് ചെയ്യില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ മാച്ച് ആയി, ഈ ഒരു എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ മാച്ച് ആയില്ല, എക്സും വൈയും സെയിം ആണ്, അങ്ങനെയാണ്. അപ്പൊ അതാണ് ആൻഡ്. ഇനി ഞാനിവിടെ ഓർ എഴുതാന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം മാച്ച് ആയാൽ. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ എഴുതും. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ മാച്ചിങ്. അപ്പൊ ഇതാണ് ശരിക്കും ആൻഡിന്റെയും ഓറിന്റെയും പിന്നെ എന്താ പറയാ ഒരു പിന്നെ ബേസിക് ആയിട്ടുള്ളത്. അത് കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും പാരലലായിട്ട്. ഇന്ന് ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാനിപ്പോൾ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാണ് ഇപ്പം.